അപ്പു ഇതാണ് അണ്ണന്റെ മെയിൻ താവളം. ഇവിടെയുള്ള ഏത് ചന്ത പിള്ളാരോടും പൊള്ളാച്ചി അപ്പു എന്ന് ചോദിച്ചാൽ മതി, അപ്പ അണ്ണനെ കാണിച്ചു തരും. அந்த பொள்ளாச்சி அப்புன பாத்திருக்க? ஏண்டா கண்ணு தெரியாதா? பக்கத்து பாடா. അപ്പൂണ വണക്കണ. ഇങ്ങോട്ട് വന്നേ. നടക്ക്, നടക്കങ്ങട് കേറ്. നീ ഇതിലിരുന്നാ മതി, ഞങ്ങളിവിടെ നടന്നാ ശരിയാവില്ല. പാടാ പട്ടിന്നാ ദേ കൊരച്ചു. കൊരയ്ക്കും പട്ടി കടിച്ചു പറിക്കുമെന്നാണ് പ്രണാമം. ഐശ്വര്യമുള്ള പല്ല്. പൂനെ അന്വേഷിച്ച് വന്നതാ അല്ലേ? ഇയാളെ കണ്ടപ്പോ തമിഴിനാന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ തമിഴില് സംസാരിച്ചത്. തമിഴാ? മക്കള് വാ, അപ്പൂനെ ഞാൻ കാണിച്ചു തരാം. അപ്പു ഞാനും തമ്മിൽ എത്ര വർഷത്തെ ബന്ധാന്നറിയോ? ആണോ? ലീലാമണി ചേച്ചിന്ന് തികച്ചും വിളിക്കില്ല. അത് അക്ഷരാഭ്യാസം ഇല്ലാത്തോണ്ട്. ദേ ഇരിക്കണു നല്ല മിടുക്കനായിട്ട്. സന്തോഷായല്ലോ. പിന്നെ ചേച്ചി പോട്ടെ. പരമ കഷ്ടം. ഇയാൾക്കൊന്ന് തല കുമ്പിട്ടിരിക്കാൻ പാടില്ലേ? തെറിയാണ് വിളിച്ചത്. തെറിക്ക് പിന്നെ പ്രത്യേകിച്ച് ഭാഷ വേണമെന്നില്ലല്ലോ. വേഗം പോരും, ഇല്ലെങ്കിൽ തല്ലും കൂടി വാങ്ങും. മാമാ കുടിയോ? മാമാ സീക്കിരം കുടിയോ? ടാറ്റാ. ഇറങ്ങി വന്നി. എന്താണ് ഇതെന്താണിത്? ഇത് തമിഴാണല്ല. തമിഴാണാ? ഇങ്ങെടുക്ക്. ഇത് നമുക്ക് അറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് വായിപ്പിക്കാം. വണക്കയ്യ. അവിടെ നിൽക്ക്. തമ്പി ഇതൊന്ന് വായിച്ചു പഠിച്ച് ചൊല്ലിത്തരുമാ? എഴുത്തും വായന അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ? അതെ, കളിയാക്കിയതല്ല, ഞങ്ങൾക്കും തമിഴ് വായിക്കാൻ അറിഞ്ഞൂടാ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. அப்படியா? ഞാൻ മിണ്ടൂല. டேய், படிக்க தெரிஞ்சவர் யாராவது இருந்தா கொஞ்சம் படிச்சு சொல்லி கொடுக்கடா. அன்புள்ள மாமாவுக்கு இந்த ஊர்ல நாம ஒன்னா சேர்ந்து வாழ முடியாது. அதனால இன்னைக்கு ராத்திரி நான் வீட்டை விட்டு இறங்கி வர போறேன். என் சித்தப்பாவோட சொத்தோ பணமோ ஒண்ணு எனக்கு வேண்டாம். நீங்க என்கிட்ட கொடுத்த கோல்டும் பணமும் என்கிட்ட இருக்கு.
அத நான் எடுத்துட்டு வரேன். இன்னைக்கு நைட்டு 1 மணிக்கு மாரியம்மன் கோவில் கிட்ட வெயிட் பண்ணுங்க. நீங்க கண்டிப்பா வருவீங்கன்ற நம்பிக்கையோட உங்களோட தேன்மொழி. சார், உங்க காதலியை கூட்டிட்டு போய் சந்தோஷமா வாழுங்க. അച്ചു നമ്മുടെ പണവും സ്വർണവും അപ്പു കാമുകിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി അവരതും കൊണ്ട് ഒളിച്ചോടാൻ പോവുകയാണ്. അതാണ് ഈ കത്ത്. നമ്മുടെ പണവും സ്വർണവും കിട്ടാൻ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ഇന്ന് രാത്രി മാരിയമ്മൻ കോവിലിന് മുന്നിൽ അപ്പുവിന് പകരം നീ അവളെ കാത്തു നിൽക്കണം. കള്ളു കുടിച്ചുകൊണ്ട് കണ്ണ് പിടിക്കുന്നില്ല. സോറി, ഫോൺ ഒരു മിനിറ്റ്. ഹലോ, അണ്ണ ഇങ്ങനെ തെറി വിളിക്കരുത്. ശരി, എന്നാ ഞാനും കൂടെ ചേർന്ന് തന്നെ സുധാറിന് നിങ്ങളുടെ കൈ 50,000 രൂപ വാങ്ങിച്ചു കൊടുത്തത്. പക്ഷെ ഞാനിപ്പോ പൊള്ളാച്ചിലാണെന്ന് ഒരാളെ പൊക്കാൻ വന്നത്. ഞാൻ വന്ന് ഇങ്ങനെ തെറി വിളിക്കരുത്. ഒരു മിനിറ്റ്, വേറെ ഫോൺ പറഞ്ഞു. ഹലോ, എടാ സുധാര, നിന്നെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്നത്. നീ എന്താ മോഹൻ ചേട്ടന് കാശ് കൊണ്ടു കൊടുക്കാത്ത? ഇനി നിന്റെ ഇല്ല, ഇനി ഞാൻ നിന്നോടൊന്നും സംസാരിക്കണില്ല. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തോ. എന്നെ ഇല്ല ഇടപെടുത്തരുത്. അച്ചു, ദേ അവള്. അത് തന്നെ. അതിലല്ല, ഇത് എന്നു. നമ്മുടെ കാശടിച്ചു മാറ്റാൻ വേറെ കള്ളന്മാരാ. സമ്മതിക്കില്ല ഞാൻ. അച്ചോട്ടാ, ഇനി വൈകിക്കണ്ട, പണി തുടങ്ങിക്കോ. ഒന്നൂടെ ചവിട്ട്, ഇങ്ങോട്ട് മാറ്. എന്റെ കവചകുണ്ടലം പോയി, എന്റെ പോയി. കിട്ടിയാ? ഇട്ടോ? വാ, വാ, പോകാം. വാ, വേഗം വാ, പോവാം. വേഗം വാ. നോക്കിയേ, പണയപ്പണ്ട മുഴുവൻ അവളുടെ ദേഹത്താ. വേഗം ചെന്ന് പൊക്ക്, വേഗം ചെന്ന് അവളെ പൊക്കാൻ. വാ, ഓടി വാ. വേഗം ഇറങ്ങോ. പീതാംബര, വണ്ടി എടുത്തോ. അവനൊരെണ്ണം കൊടുത്തേര്. വണ്ടി വെള്ളപ്പ അവന്